അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കാലഘട്ടത്തിൽ മുതഅല്ലിമീങ്ങൾക്ക് പ്രത്യേകം സമകാലിക വിഷയങ്ങളൂടെ ചേർത്തി ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കിതാബാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖുൽ ഔലിയ ലിശ്ശൈഖ് സൈനുദ്ദീൻ അലിയിൽ മഅബരി. മഹാനായ സൈനുദ്ദീൻ മഅബരി തങ്ങളുടെ ഹിദായത്തുൽ അദ്കിയ ഇലാ തരീഖുൽ ഔലിയ. വ്യാജന്മാരുടെ പിന്നാലെ വലിയ വലിയ ആലിമീങ്ങളടക്കം സനദധാരികളായ ചെറുപ്പക്കാരായ ഉസ്താദുമാരടക്കം പലരും വഴിതെറ്റി കള്ളത്തരീക്കത്തിൻ്റെ പേരിൽ പോയി നമ്മളുടെ തലയെടുപ്പുള്ള മശായിഖന്മാരെയും അവരുടെ സംവിധാനങ്ങളെയും സംഘടനകളെയും 24 മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ട് ഇൽമിൻ്റെയും ശരീഅത്തിൻ്റെയും ഇടിച്ചു താഴ്ത്തി ഷെയ്ഖിനെ അങ്ങ് പിൻപറ്റിയാൽ മതി എന്ന തരത്തിൽ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ ഒരു ചെറിയ കിതാബ് പ്രസക്തമാകുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഇന്ന ത്വരീഖ ശരീഅത്തുൻ വ തരീഖത്തുൻ വ ഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്തില. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒരു ശരാശരി മുസ്ലിമിൽ നിന്ന് ഒരു മുഹ്സിനായ ഇഹ്സാനുള്ള മുസ്ലിമിലേക്കുള്ള വളർച്ച ചില കളികളിൽ ഏണി സംവിധാനം, അതായത് കുറുക്കു വഴികളുണ്ട്. കളിച്ച് പോകുമ്പോൾ ചില നമ്പറിൽ വീണ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, 10ൽ നിന്ന് 100ലേക്ക് നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടും. ഇതേപോലെ കോണി കളിക്കാനുള്ളതല്ല ഇസ്ലാം. ഒരു പച്ച ഷാളും അതേപോലെ തക്ബീർ വിളിക്കാനും കൂടെ വരാനും 4 ആൾക്കാരും ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട തലയെടുപ്പുള്ള ആലിമീങ്ങൾ പാരമ്പര്യമായി ദീനുൽ ഇസ്ലാം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യ താൽപ്പര്യത്തിന് അനുസൃതമായി അങ്ങനെ ഒരു മുസ്ലിമായ ഒരു സമുദായത്തിന് വേണ്ടുന്നതെല്ലാം അപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടുന്ന വിജ്ഞാനങ്ങളും വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന, ഏതൊരുത്തൻ്റെ മുന്നിലും സത്യം സത്യമായി പ്രഖ്യാപിക്കുന്ന, ഏതെങ്കിലും ഭാഗത്തു നിന്ന് സമുദായത്തിന് വിഷമം വരുമ്പോൾ അവരോട് ആശ്വാസവാക്കുകൾ പറയുന്ന നമ്മുടെ നേതൃത്വത്തെ, നമ്മുടെ ഉലമാക്കളെ, ദീന് പഠിച്ച ഉലമാക്കളെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശരീഅത്ത് അതിനെ ഇടിച്ചു താഴ്ത്തി ഓതിപ്പടിക്കുക, അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ നമ്മുടെ ആലിമീങ്ങളുടെ പിന്നാലെ നിൽക്കുന്നതിനെ തള്ളിപ്പറയുക തുടങ്ങിയ വലിയ കലാപരിപാടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളോട് ഈ കിതാബ് നല്ലതുപോലെ നാം മുത്താല ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന ത്വരീഖ ശരീഅത്തുൻ, ദീനിലേക്കുള്ള വഴി, ആഖിറത്തിലേക്കുള്ള വഴി, അത് ശരീഅത്താണ്. ഒന്നാമത്തത് ശരീഅത്താണ്. രണ്ടാമത്തത് വ തരീഖത്തുൻ വ ഹഖീഖത്തുൻ, രണ്ടാമത്തതാണ് തരീഖത്ത്, പിന്നെയാണ് ഹഖീഖത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന ഉദാഹരണങ്ങൾ നീ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ 32 കൊല്ലം കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പല ഉസ്താദുമാരിൽ നിന്നും മുതഅല്ലിമായി ആ ഉസ്താദുമാരെ അടിമകളെ പോലെ അവിടെ നിന്ന്, ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്ന്, ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങി, ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇബാദത്ത് ചെയ്ത്, അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇൽമ പഠിച്ചു 32 കൊല്ലം. എന്നിട്ട് ആ ഇൽമിൻ്റെ പ്രചാരകരായി മാറി. അശ്ശാഫിഇയ്യ ഫസ്റുത്തൽ ഹംബലിയ്യ ബില, അതേ ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിൽ
വലിയ പണ്ഡിതനായി മാറി, അന്നത്തെ എല്ലാ വിഷയങ്ങൾക്കും പത്ത് കൊടുക്കുന്ന അലിമായി മാറി. അപ്പോഴാണ് അതാ ഹംബലി മദ്ഹബ്, അതിലേക്ക് അവർ മാറുന്നു, ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്നു. അവിടെയും വലിയ ഗ്രാൻഡ് മുഫ്തിയായി അന്നത്തെ പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള ഹംബലി പണ്ഡിതനായി മാറി. ബഹുമാനപ്പെട്ട ഹംബലി ഇമാം അവിടുന്ന് ഒരിക്കൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, അല്ല ശൈഖ് അവറുകളെ, നിങ്ങൾ ശാഫിഈ മദ്ഹബിലായതുകൊണ്ട് നിങ്ങളുടെ അനുയായികളെല്ലാം ആ മദ്ഹബുകാരാണ്. എൻ്റെ മദ്ഹബും ഒന്ന് സജീവമാക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മദ്ഹബിലേക്കൊന്നു മാറി അവിടെയും നിങ്ങളുടെ ഈ ആത്മീയ പ്രഭ നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമവും കൂടാതെ മഹാനവറുകൾ ഹംബലി മദ്ഹബിലേക്ക് മാറി എന്നാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, 32 കൊല്ലം ഓതുകയും പിന്നെ അതാ ഒരുപാട് കൊല്ലം ദർസ് നടത്തുകയും ഒക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലെ CM വലിയുള്ളാഹി അടക്കം വലിയ മുദരിസായിരുന്നു, വലിയ നിലക്ക് ദഅവത്ത് നടത്തിയ ആളായിരുന്നു. അതേ, ഒരിക്കൽ ശൈഖുന മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അടുക്കൽ ഇബ്ലീസ് വന്ന്, സ്വർണം വെള്ളി പാത്രങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി മുതൽ ഇതിൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് വേഷം മാറി വന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അട്ടഹസിക്കുകയാണ്, വലിയ ദേഷ്യം കാണിക്കുകയാണ്, വലിയ ഒളബ് അങ്ങെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്, അന അത്ഖാക്കും വഅഖ്ശാക്കും, ഞാൻ ഫഖർ പറയുകയല്ല, ഞാൻ ദുരഭിമാനിയാവുകയല്ല, ഞാൻ കിബർ പറയുകയല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും ഭയക്കുന്നവൻ ഞാനാണെന്ന് പറഞ്ഞ് ആത്മീയമായ എല്ലാവരുടെയും നേതൃത്വ പദവിയിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങൾക്ക് വെള്ളിപ്പാത്രം കൊടുത്തു വിട്ടിട്ടില്ല, അതേ സ്വർണ്ണപ്പാത്രം കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെയല്ലേ അവിടുത്തെ പുത്രന്മാരിൽ ഒരാളായ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന സാധുവായ മുഹീദ്ദീനായ അബ്ദുൽ ഖാദിറായ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പിശാചിനോട് ദേഷ്യം കാണിക്കുകയും ഓടിച്ചു വിടുകയും ഇത്തരം ചതിക്കുഴികൾ മനസ്സിലാക്കി ശരീഅത്തിന്റെ നിയമമനുസരിച്ച് അവിടുന്ന് നിലനിന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴത്തെ വ്യാജ ശൈഖന്മാരാണെങ്കിൽ അവർക്കെല്ലാം ഹലാലാണ്, അവർക്ക് എല്ലാം ഹലാലാണ്. അതുകൊണ്ട് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ പഠിച്ചിറങ്ങി ഇത്തരം വ്യാജന്മാരുടെ പിറവെ പോകാൻ പാടില്ല. അത് ശരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളും അത് ബോധ്യത്തോടുകൂടി മനസ്സിലാക്കണം. കാരണം ദീൻ ഇവിടെ നിലനിൽക്കുന്നത് ശരീഅത്ത് അത് പൂർണ്ണമായും പഠിക്കുമ്പോഴാണ്. അവരിലൂടെയാണ് നമ്മൾ തരീഖത്തിലേക്കും ഹഖീഖത്തിലൂടെയും പ്രവേശിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നൂറ് ഇരിക്കാൻ പാകമായൊരു മനസ്സാക്കി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നാം ആ ലെവലിലേക്കൊക്കെ എത്തുന്നത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സഅയ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക് റബ്ബേ, എത്രയാണ് അവർ ആരോപണങ്ങൾ കേൾക്കുന്നത്. വഹാബിയാണെന്നും തനിച്ച വഹാബിയാണെന്നുമൊക്കെ സുന്നത്തിന് ജമാഅത്തിന് വേണ്ടി ജനിച്ചന്നു മുതൽ കഷ്ടപ്പെടുന്നു. അവരൊക്കെ ആ സുന്നത്തെ ജമാഅത്തിൻ്റെ അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ സുബ്ഹാനല്ലാഹ് എത്രയോ ആളുകളുടെ വിശ്വാസം രക്ഷപ്പെട്ട് അവർ മരിച്ചുപോയി. അവരുടെയൊക്കെ ആ പ്രസംഗം കേട്ടിട്ട് പല രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായപ്പോഴും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെയൊക്കെ പ്രസംഗം സംഘടനാ വ്യത്യാസമില്ലാതെ കേരളക്കരയിൽ എല്ലാവരും അംഗീകരിച്ച ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായ ആ ഒരു ഉസ്താദിനെ, ആ ഒരു പണ്ഡിതനെ ആക്ഷേപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നേരിടാനും അതിലൊന്നും മനസ്സ് വിഷമിക്കാതെ ഇനിയും ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാനും നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.